Dear students, good morning. Welcome back to my video class. Page number 59, third question. Prove that parallelogram which is not a rectangle is not cyclic. എന്താണ് question? Prove that a parallelogram which is not rectangle is not cyclic. ഒരു പാരലോഗ്രാം റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ അതൊരിക്കലും സൈക്ലിക് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് പാരലോഗ്രാം, ഇതാണ് പാരലോഗ്രാം. ഇത് റെക്റ്റാങ്കിൾ ആക്കി മാറുക എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യാസമുണ്ട്. ഇത് സൈക്ലിക് അല്ല എന്നാണ്. റെക്റ്റാങ്കിൾ ആയ പാരലോഗ്രാം, ഇതൊരു റെക്റ്റാങ്കിൾ ഒരു പാരലോഗ്രാമാണ്. ഇത് സൈക്ലിക്കാണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന്. റെക്റ്റാങ്കിൾ ഇസ് സൈക്ലിക് ആണെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾ 90 ആയതുകൊണ്ട് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ 180 ആണ്. 180 ആണെങ്കിൽ സൈക്ലിക് ക്വാഡ്രാറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് അറിയാം. എന്താണ് ക്വസ്റ്റ്യൻ വരിക? പ്രൂവ് ദാറ്റ് റെക്റ്റാങ്കിൾ ഈസ് എ സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്. എന്നിട്ട് ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ആണ്. 180 ആണെങ്കിൽ അതൊരു സൈക്ലിക്കാണ്. പക്ഷെ ഇവിടെ റെക്റ്റാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാമാണ് എടുത്തത്. അപ്പോൾ ഇത് സൈക്ലിക് ആവും, കണ്ടാൽ തന്നെ സൈക്ലിക് അല്ലാതെ. പക്ഷെ നമുക്കറിയാം സൈക്ലിക് ആവണമെങ്കിൽ ABCD is a cyclic. Prove that parallelogram ABCD is a സൈക്ലിക് ആണെങ്കിൽ, പാരലോഗ്രാം ഒരു സൈക്ലിക് ആണെങ്കിൽ നമ്മൾ വിചാരിക്കാം പ്രൂവ് ചെയ്യണം. എന്താണ് നോട്ട് എ സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആദ്യം എന്താക്കി എടുക്കുക? സൈക്ലിക് ആണ് വിചാരിക്കുക. സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എയും സിയും ആഡ് ചെയ്താൽ 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ആണ്. പക്ഷെ നമുക്ക് എയും സിയും 180 ആണെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കറിയാവുന്ന കാര്യം പാരലോഗ്രാം ആണെങ്കിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. പാരലോഗ്രാമിന് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്നുണ്ട്, പാരലായിരിക്കും. ഇവിടെ സൈഡെല്ലാം നമുക്ക് വേണ്ട പ്രൂഫിൽ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. അതായത് ആംഗിൾ ഈക്വൽ ആണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി. അത് ഗിവൺ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. വേണമെങ്കിൽ എഴുതാം ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് എ പാരലോഗ്രാം ഈസ് ഈക്വൽ ആർ ഈക്വൽ. എയും സിയും ഈക്വൽ ആണ്. എക്ക് പകരം സി കൊടുത്തു നോക്കുക. അപ്പോൾ സി പ്ലസ് സി 180 ആണ്. 2 ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. ആംഗിൾ സി 180/2 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ സി 90 ആണെങ്കിൽ എയും 90 ആണ്. എന്നാലല്ലേ 90 + 90 180 ആവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എയും സിയും ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു 90 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒരിക്കലും 90 ആയാൽ മാത്രമേ അത് സൈക്ലിക് ആവുള്ളൂ. എയും സിയും നോട്ട് ഈക്വൽ ടു 90 ആണെങ്കിൽ അത് സൈക്ലിക് ആവില്ല എന്നാണ്. പാരലോഗ്രാം ABCD ഈസ് നോട്ട് സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. പാരലോഗ്രാം സൈക്ലിക് ആവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ 180 ആവണം. പ്രൂവ് ചെയ്യേണ്ട അതാണ്. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യം പാരലോഗ്രാം എന്ന വാക്കിൽ നിന്ന് കിട്ടുന്നത് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. അതാണെങ്കിൽ എന്താവരുത്? നോട്ട് എ റെക്റ്റാങ്കിൾ എന്നാണ്. നോട്ട് ഈക്വൽ ടു 90 ആവണം. ഇനി എന്ത് ചെയ്യാം? എയും സിയും കൂടെ ആഡ് ചെയ്ത് നോക്കാം. എയും സിയും കൂടെ ആഡ് ചെയ്യാണ്. എയും സിയും ആഡ് ചെയ്യാണ്. നോട്ട് ഈക്വൽ ടു 180 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയുടെ സ്ഥാനത്തും സിയുടെ സ്ഥാനത്തും 90 അല്ലാത്ത രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് ഒരിക്കലും 180.
അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യാം. എയും സിയും നോട്ട് ഈക്വൽ ടു 90 ആണ്. 90 അല്ല, ഈക്വൽ ആണേനും 90 അല്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് ആഡ് ചെയ്താൽ 180 കിട്ടുള്ളൂ. നോട്ട് ഈക്വൽ ടു 180. ഇവിടുന്ന് ഇവിടേക്ക് തന്നെ എഴുതാനുള്ളൂ. അപ്പം ആകെ ഒരു രീതി ഈ പോയിന്റിനാണ് പ്രാധാന്യം. പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു 90 ആണ്. പക്ഷെ നമുക്ക് എയും സിയും കൂടെ ആഡ് ചെയ്താൽ 180 ആണ്. രണ്ട് ആംഗിൾ ഈക്വലും ആഡ് ചെയ്താലും 180 കിട്ടുന്ന നമ്പേഴ്സ് ആവണമെങ്കിൽ സി എയും എന്തായിരിക്കണം? 90 ആയിരിക്കണം. ഇത് വേണമെന്നില്ല, ഈ സ്റ്റെപ്പ് വേണമെന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ എഴുതിയതാണ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ട. എയും സിയും കൂടെ ആഡ് ചെയ്താൽ 180 ആണ്. ആംഗിൾ എയും സിയും നോട്ട് ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു 90 ആണ്. പക്ഷെ രണ്ടും ഈക്വലും ആണ്. 90 അല്ലാത്ത രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് ഒരിക്കലും നമുക്ക് 180 കിട്ടില്ല. 90 കൂടെ ആഡ് ചെയ്താൽ മാത്രമേ 180 കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് എന്തല്ല, പാരലോഗ്രാം ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഇങ്ങനെ ഉണ്ടാവാം. രണ്ട് ടൈപ്പ് ഓഫ് ട്രപ്പീസിയം. വൺ പെയർ പാരലാവണം. വൺ പെയർ എന്തായിരിക്കണം? പാരലായിരിക്കണം. ഇപ്പൊ പാരലായിട്ട് വരികയാണെങ്കിൽ ഈ സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഐസോസിലസ് ട്രപ്പീസ് എന്ന് പറയും. ഞാനിവിടെ ഒരു ട്രപ്പീസ് എടുക്കാണ്. പാരലാണ്, പക്ഷെ സൈഡ് എ ബി സി ഡി എന്നൊരു ട്രപ്പീസ് എടുക്കാണ്. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയാണ്. ഐസോസിലസ് ട്രപ്പീസിന് വൺ പെയർ എന്തായിരിക്കണം? പാരലായിരിക്കണം. അതർ സൈഡ്സ് ഈക്വൽ ആണ്. ഇത് നോൺ ഐസോസിലസ് ട്രപ്പീസിയാണ്. വൺ പെയർ പാരലാണ്, അതർ ടു സൈഡ്സ് നോട്ട് ഈക്വൽ ആണ്. അത് ക്വസ്റ്റ്യനിൽ നോൺ ഐസോസിലസ് ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ എ ബി പാരൽ ടു സി ഡി ആണ്, എ ഡി നോട്ട് ഈക്വൽ ടു സി ഡി. ഇങ്ങനെ ഒരു ട്രപ്പീസ് എടുക്കുകയാണെങ്കിൽ ആ ട്രപ്പീസിയം എന്താണ്? നോട്ട് എ സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് എ സൈക്ലിക് ആകുമ്പോൾ ഇതിൽ ഐസോസിലസ് നോൺ ട്രപ്പീസി ആയതുകൊണ്ട് സൈഡ്സ് ഈക്വൽ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബേസ് ആംഗിൾസും ഈക്വൽ അല്ല. ഒരു നോൺ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ ഇതാണ് നോൺ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത. വൺ പെയർ പാരലാവുക, അതർ പാരലില്ലാത്ത സൈഡ്സ് ഈക്വൽ അല്ലാണ്ടിരിക്കുക, അതിൻ്റെ ബേസ് ആംഗിൾ താഴെ ആംഗിൾ ഈക്വൽ അല്ല. പക്ഷെ ഇതിലാണെങ്കിൽ പാരലാണ്, അതർ സൈഡ്സ് ഈക്വൽ ആവും, ആംഗിളും ഈക്വൽ ആവും. അതാണ് ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നോൺ ഐസോസിലസ് ട്രപ്പീസിയം, ഐസോസിലസ്. ഇവിടെ നമുക്ക് നോൺ ഐസോസിലസ് ട്രപ്പീസിയാണ് എ ബി സി ഡി. ആ എ ബി സി ഡിയിൽ എ ബി പാരൽ ടു സി ഡി ആണ്, എ ഡി നോട്ട് ഈക്വൽ ടു ബി സി ആണ്, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഇത് നോട്ട് എ സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സൈക്ലിക് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആംഗിൾ 180 ആവണം. പക്ഷെ നമുക്കിതിലറിയാം പാരലായതുകൊണ്ട് കോ ഇന്റീരിയർ ആംഗിൾ എ പ്ലസ് ഡി 180 ആണ്. അത് നമുക്കറിയാം. അതേമാതിരി ബി പ്ലസ് സിയും 180. ഏതെങ്കിലും ഒരു പെയർ എടുക്കാം. രണ്ട് പെയർസും എടുക്കണമെങ്കിൽ എടുക്കാം. ബി പ്ലസ് സിയും 180. അതായത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു നോൺ ഐസോസിലസ് ട്രപ്പീസിയത്തിൽ എഴുതാം. പാരലാണ്, സൈഡ്സ് ഈക്വൽ അല്ല, ആംഗിൾ ഈക്വൽ അല്ല, കോ ഇന്റീരിയർ ആംഗിളുടെ സമ്മ് 180 ആണ്. ഇതിൽ അതേമാതിരി എഴുതാം. പാരലാണ്, സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾ ഈക്വൽ ആണ്, കോ ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും? കോ ഇന്റീരിയർ ആംഗിൾ സമ്മ് 180 ആവും. ഇത്രയും ബേസിക് ആണ്. ക്വസ്റ്റ്യൻ നോൺ ഐസോസിലസ് ട്രപ്പീസ് എന്ന് കേട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇത്രയും എഴുതാം. ഓക്കെ അല്ലേ? എന്നതിന് ശേഷം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 180, സം ഓഫ് 180 അല്ല എന്ന് പ്രൂവ് ചെയ്യും. അതിനു വേണ്ടി ഞാനിവിടെ ഏതെങ്കിലും ഒന്നെടുക്കാം. എ പ്ലസ് ഡി 180 എന്നുള്ളത് എടുക്കുമ്പോൾ ഡി എക്ക് പകരം ഈക്വൽ അല്ലാത്ത ബി കൊടുത്തു. എക്ക് പകരം ഈക്വൽ അല്ലാത്ത ഒരു ആംഗിൾ കൊടുത്തപ്പോൾ ഇത് 180 ആവുമോ? ഫോർ എക്സാമ്പിൾ 20 പകരം 20 അല്ലാത്ത 30 കൊടുത്താൽ 180 ആവുമോ? 20 ഫോർ എക്സാമ്പിൾ 20ഉം 160ഉം 20 പ്ലസ് 160 180 ആണ്. 20 അല്ലാത്തൊരു ആംഗിൾ കൊടുക്കണം, 30 കൊടുക്കണം. 30 പ്ലസ് 160 180 ആവുമോ?
അപ്പം നോട്ട് ഈക്വൽ ടു 180, നോട്ട് ഈക്വൽ ടു 180 ആണ്. അപ്പോൾ ബി പ്ലസ് ഡി ഓപ്പോസിറ്റ് ആംഗിളുടെ സമ്മ് 180 അല്ല. അതുകൊണ്ട് ഇതെന്തല്ല, ഈസ് നോട്ട് എ ട്രപ്പീസിയം. ABCD ഈസ് നോട്ട് എ സൈക്ലിക്. അതുകൊണ്ട് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ 180 അല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ സൈക്ലിക്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് നോൺ ഐസോസിസ്റ്റിക് ഫിസിക്കിൻ്റെ പോയിന്റ് എഴുതാം. എന്നതിന് ശേഷം അതിൽ കോ ഇൻ്റർവൽ ആംഗിൾ സം 180 എന്നുള്ള ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. എന്നിട്ട് അതിൽ ഈക്വൽ ഇല്ലാത്ത ആംഗിൾ ഇതാണ് എടുക്കുക വെച്ചാൽ ബിക്ക് പകരം എ കൊടുക്കുക, ബിക്ക് പകരം എ കൊടുക്കുക. അപ്പോൾ നോക്കുക, ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ആണ് എടുക്കുന്നതെങ്കിൽ ബിക്ക് പകരം ഈക്വൽ അല്ലാത്ത എ കൊടുക്കുക. അപ്പോൾ 180 ആവോ? ഈക്വൽ അല്ലാതെ ഏതൊരു ആംഗിൾ ഈക്വൽ അല്ലാത്ത കൊടുത്താൽ നോട്ട് ഈക്വൽ. അപ്പോൾ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ 180 അല്ലാത്തതുകൊണ്ട് ഇതെന്തല്ല, സൈക്ലിക് അല്ല, നോട്ട് എ സൈക്ലിക്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 60 ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 60, പേജ് നമ്പർ 60 ഒരു ക്വസ്റ്റ്യനാണ്. 7th ക്വസ്റ്റ്യനാണ്. ഇൻ ദ പിക്ചർ PQR are marked on the side BC, CA, AB of a triangle ABC, and the circle of triangle AQR, triangle BRP are drawn. M is the point where there is a circle intersect. Prove that circumcircle of triangle CPQ also passes through M എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഫിഗർ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ ABC, PQR മാർക്ക് ഓൺ സൈഡ് ട്രയാങ്കിൾ ABC, ഒരു ട്രയാങ്കിൾ ABC ടെക്സ്റ്റ് ബുക്കിലുള്ളതിനനുസരിച്ച് പേര് കൊടുക്കാം. ABC ആണ്. എന്നിട്ട് മാർക്ക് ചെയ്യുന്ന പോയിന്റ് PQR ആണ്. P മാർക്ക് ഓൺ BC, പിന്നെ Q മാർക്ക് ഓൺ CA, CAയിൽ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. എന്നതിന് ശേഷം R മാർക്ക്ഡ് ഓൺ സൈഡ് BC, AB, R ഓൺ AB. ഇങ്ങനെ 3 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോയിന്റ്സ് എന്ത് ചെയ്യാണ്, ഓരോന്നിനും സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ പേരിട്ടു. അതിൽ ഫസ്റ്റത്തെ ട്രയാങ്കിൾ AQR, ഇതിൽ സർക്കിൾ, അതിൽ സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചു. പിന്നെ BRP, ഇതിൻ്റെ സർക്കിൾ വരച്ചു. ഈ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ് പറഞ്ഞിട്ടുണ്ട്, സർക്കിൾസ് ആർ ഇന്റർസെക്റ്റഡ് M എന്ന പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് സർക്കിൾ ഓഫ് CPQ. ഇതിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് കൂടെ തന്നെ പാസ് ചെയ്യും, M കൂടെ പാസ് ചെയ്യേണ്ടത് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ചിത്രം അങ്ങനെ വരയ്ക്കും. M എന്ന പോയിന്റിൽ വരയ്ക്കും. ആ ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ എന്നുള്ള വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോമൺ പോയിന്റ് ആയിട്ടുള്ളത് ഇവിടെ M എന്ന പോയിന്റാണ്. പോയിന്റ് എന്താണ്, M ആണ്. അതിൽ നമുക്ക് ആംഗിൾ എയും ബിയും സിയും ഒക്കെ ഒരു എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എ എന്നത് എക്സ്, ബി എന്നത് വൈ ഡിഗ്രി, സി എന്നത് സെറ്റ്. ലെറ്റ് അങ്ങനെ 3 ആംഗിൾസ് കൺസിഡർ ABC. എന്നിട്ട് നമുക്കറിയാം എയും ബിയും സിയും അറിയെങ്കിൽ സം ഓഫ് ആംഗിൾ എന്തായിരിക്കും, A പ്ലസ് ബി പ്ലസ് സി എന്തായിരിക്കും, 180 ഡിഗ്രിയാണ്. എയും ബിയും സിയും കൂടെ കൂട്ടുക 180. എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 180. എല്ലാ ആംഗിളും കൂടെ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 എന്നുള്ള ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യും. എന്നതിന് ശേഷം
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്കില്ല കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ ആംഗിൾ കാണും. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഈ ആംഗിൾ എന്തായിരിക്കും? QMR എന്ന ആംഗിൾ. ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്റിലല്ലേ, RMQA എന്നത് സൈക്ലിക് ക്വാഡ്രാറ്റിലായതുകൊണ്ട്, ഇത് എക്സ് ആയതുകൊണ്ട് ഇവിടെ ഉള്ളത് എന്തായിരിക്കും? 180 മൈനസ് എ, 180 മൈനസ് എക്സ്. റീസൺ ARMQ ഈസ് എ സൈക്ലിക്. ഇത് ക്ലിയർ ആയോ? ഇവിടെ എക്സ് വൈ സെറ്റ് എന്നെടുത്തു, അത് ആഡ് ചെയ്ത 180 ആണെന്ന് എഴുതി വെച്ചു. അതവിടെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റിലൂടെ ഈ സർക്കിൾ പാസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതിൽ 3 പോയിന്റ്സ് ഓൾറെഡി സർക്കിളിലെ പോയിന്റ് ആണ്. ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എം എന്നതും സർക്കിളിലെ പോയിന്റ് ആയതുകൊണ്ട് ARMQ എന്നത് എന്താണ്? സൈക്ലിക് ക്വാഡ്രാറ്റിലായതുകൊണ്ട് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ 180 ആണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ 180 ആണ്. 180 ആയതുകൊണ്ട് ഒരു ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 180 മൈനസ് എ, 180 മൈനസ് എക്സ് ആയിരിക്കും. അതുപോലെ ഇവിടെയും ജോയിൻ ചെയ്യുമ്പോൾ BPMR ഇസ് എ സൈക്ലിക് ആയതുകൊണ്ട് അവിടെയും ബി പ്ലസ് ആംഗിൾ PMR 180 ആണ്. അപ്പം PMR എത്രയായിരിക്കും? ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ കാണാൻ എന്ത് ചെയ്യാൻ പറ്റും? 180ന് ഇവിടെ വൈ ആയതുകൊണ്ട് വൈ മൈനസ് ചെയ്താൽ ബി എന്നത് വൈ ആണ്. ബി മൈനസ് ചെയ്യുക. ആ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? PMR 180 മൈനസ് വൈ ആണ്. ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്റിലായതുകൊണ്ട് വൈ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് വൈ ആയിരിക്കും. ഇനി നമുക്ക് ഈ ആംഗിളും അതേമാതിരി സെറ്റ് ആണെങ്കിൽ ഇവിടെ 180 സെറ്റ് ആയതുകൊണ്ട് 180 മൈനസ് സെറ്റ് ആണെന്ന് കണ്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ആംഗിൾ കിട്ടി മൂന്നാമത്തെ ആംഗിൾ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ആണെന്ന് പറയാം. 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 360 ആണ്. CPMQ ഈസ് എ സൈക്കിൾ. അപ്പോൾ ആംഗിൾ PMQ എത്ര വരും? 180 മൈനസ് സെറ്റ്. ഇനി ഈ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 180 ആണെന്ന് കാണിച്ചാൽ മതി. 360 ആണെന്ന് എടുക്കാം. ഈ ആംഗിൾ 3 ആംഗിൾ കൂടെ എടുക്കാം. ഫസ്റ്റത്തെ ആംഗിൾ 180 മൈനസ് എക്സ്. ഇവിടെയുള്ള ആംഗിൾ എത്ര കിട്ടിയത്? 180 മൈനസ് വൈ ആണ്. ഇവിടെയുള്ള ആംഗിൾ കിട്ടിയത് 180 മൈനസ് സെറ്റ് ആണ്. ഈക്വൽ ടു 360 ആണ്. ആംഗിൾ അറൗണ്ട് എ പോയിന്റ് 360 ആണെന്നുള്ളത്. 180 180 360 മൈനസ് എക്സ് പ്ലസ് 5 സെറ്റ്. ഈ 180 180 കൂടെ 360, പിന്നെ ഒരു 180 ഉണ്ട് 360. 360 ക്യാൻസൽ ചെയ്ത് എക്സും വൈയും സെറ്റ് അങ്ങോട്ട് കൊണ്ടുപോകും. 360 ആംഗിൾ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 360 അല്ല 180.